ഹലോ, ഞാനൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ? ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അറിയാവുന്നവർക്ക് വേണ്ടി കേട്ടോ കാണിക്കണം മാമ്പഴപ്പുളിശ്ശേരി. അപ്പം അതിന് പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരട്ടെ കേട്ടോ. നമ്മൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് ആദ്യം ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ്: വെളിച്ചെണ്ണ, വറ്റൽമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞ് കുറച്ച് എടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളക് വേണം, പച്ചമുളക് അരിഞ്ഞ് വേറെ എടുക്കണം. പിന്നെ കടുക് വേണം, പിന്നെ മുളക്, മഞ്ഞൾ. ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഉലുവാപ്പൊടി കേട്ടോ. ഉലുവാപ്പൊടി കുറച്ചധികം വേണം, കാരണം ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ ഈ ഉലുവാപ്പൊടിയിലാണ്. പിന്നെ അറിയാലോ, വേപ്പില, ആവശ്യത്തിന് തൈര്, മാമ്പഴം നമ്മൾ റെഡിയാക്കി വെക്കണം പൊളിച്ച് വെച്ചിട്ട് കേട്ടോ. നമുക്ക് വേഗം തുടങ്ങാം കേട്ടോ. ആദ്യമേ വെളിച്ചെണ്ണ ഒഴിക്കണം. പാലിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയിലാണ് നല്ല പാം ഓയിൽ, നല്ല വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിൽ അല്ല കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇടണം. കടുക് ആവശ്യത്തിന് കടുക് ഇടണം, ഉലുവ ഇടണം കേട്ടോ. കടുക് ഇടണം, കുറച്ച് ഉലുവ ഇതിന് ആവശ്യം കേട്ടോ. പിന്നെ മെയിനായിട്ട് ഉലുവയിലാണ്. ഉലുവ പൊടിച്ചതും വേണം, അല്ലാതെ ഇടണം കുറച്ച് കേട്ടോ. ഉലുവ ഇടണം. അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ ഈ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തമിഴര് പറഞ്ഞാൽ പൂണ്ടി എന്നാട്ടോ പറയണത്. പൂണ്ടി എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കണം. മുരിഞ്ഞ് വരട്ടേട്ടോ. മാമ്പഴമൊക്കെ വീഴാൻ തുടങ്ങിയിട്ടുള്ളൂ, സമയമാവുന്നുള്ളൂ. മാമ്പഴം ഉണ്ടായി വരുന്നുള്ളൂ. ഞാൻ കുറച്ച് വീണത് പെറുക്കി ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ മോരുകറിയായിരുന്നു, അപ്പോൾ ഇന്നിപ്പോൾ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സുഖമാണോ? വിഷുവൊക്കെ എങ്ങനെ ഇരുന്നു? എല്ലാവർക്കും കേമായിരുന്നോ? ഇനി അത് കഴിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ച് വേണം. പച്ചമുളക് അതൊന്ന് വഴറ്റി മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. പച്ചമുളക്